അങ്ങനെ നമ്മൾ നിലമ്പൂർ വന്നിറങ്ങിയ അതേ ദിവസം തന്നെയാണ് കേട്ടോ. ആക്ച്വലി നമുക്ക് ഒരു ദിവസമേ ഉള്ളൂ നിലമ്പൂർ. പിറ്റേ ദിവസം നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നത്. അപ്പം നിലമ്പൂർ ഒന്ന് ജസ്റ്റ് കാണുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് നിലമ്പൂർ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ടീക്ക് മ്യൂസിയമാണ് പ്രധാനമായിട്ട് കാണാനായിട്ട് പോകുന്നത്. ഞാൻ ആദ്യം നിലമ്പൂർ വരുന്ന എല്ലാവരും പോയി കാണുക എന്നുള്ളത് ടീക്ക് മ്യൂസിയമാണ്. അപ്പോൾ അതിലേക്കുള്ള യാത്രയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ തേക്കിൻ്റെ നാടെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് കേട്ടോ. കാര്യം ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുണ്ടല്ലോ, കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ തേക്ക് മരങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ പറയണേ, അതൊരു നല്ല കാഴ്ചയാണ് കേട്ടോ. നേരിട്ട് കാണാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി ഇവിടുന്ന് ടീക്ക് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പം ടീക്ക് മ്യൂസിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ മൺഡേയിൽ അവധിയാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൺഡേയിൽ അവധിയാണ്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഓപ്പണിംഗ് ടൈം 10 AM ആണ്. 10 AM to 4:30 ഈവനിങ്. അതാണ് ഇതിൻ്റെ ഒരു ടൈം. എപ്പോഴും ഓർക്കുക, മൺഡേയിൽ അവധിയാണ്. ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിവിടെ ടിക്കറ്റ് ഫെയർ വരിക അഡൽസിന് 50 രൂപയാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ അനുക്കുട്ടിയുണ്ട്. അനുക്കുട്ടിക്ക് അഡൽട്ട് അല്ല, അതുകൊണ്ട് 15 റുപ്പീസേ ഉള്ളൂ. അപ്പം 3 പേർ ഞങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ 115 രൂപയേ ആകുന്നുള്ളൂ. അപ്പം അഡൽറ്റിന് 50 റുപ്പീസേ ആകുന്നുള്ളൂ. ഓക്കെ, പിന്നെ ക്യാമറയൊക്കെ എക്സ്ട്രാ ആണെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ. ക്യാമറ എന്ന് പറഞ്ഞാൽ മൊബൈലിലൊന്നും ഷൂട്ട് ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ലെന്നാണ് ഞാൻ തിരക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മളല്ലാണ്ട് ക്യാമറയായിട്ട് പോവുകയാണെങ്കിൽ പൈസ കൊടുക്കണം. ഇതാ നമ്മൾ എൻട്രൻസ് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ടീക്കിൻ്റെ ആ ഒരു മനോഹരമായ ഒരു ഇതാണ്. ഇത് അങ്ങോട്ട് കയറുമ്പോഴുള്ള നമ്മുടെ മെയിൻ ഡോറാണ്. ഇത് 2 പാളി ഡോറാണ്. അതിൻ്റെ ആ കൊത്തുപണി നോക്കിയോ, ഒരു രക്ഷയില്ല. ഇത് നമ്മൾ എൻട്രൻസിൽ നിന്ന് ജസ്റ്റ് കയറിയിട്ട് അകത്തുനിന്ന് എടുത്തൊരു ഷോട്ടാണ്. ഇതാ കണ്ടോ, ഇത് 2 പാളിക്കതിൻ്റെ അടുത്തൊരു പാളിയാണ്. ഇത്ര മനോഹരമായിട്ടാണ്. ഇവിടെ പിന്നെ നമ്മുടെ എന്നാ പറയുന്നത്, ഇതൊരു മ്യൂസിയം കൂടെ ആയതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരു നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു ബോർഡ് ഉണ്ടാവും. എല്ലാം നമ്മുടെ അവിടെ ഹാങ് ചെയ്തിട്ടുണ്ടാവും. ഇതിവിടെ ഇപ്പോൾ അങ്ങനെ തന്നെ നിർത്തിയേക്കുന്ന ഒരു മരമാണ്. ലൈക്ക് മരമില്ല, അത് കട്ട് ചെയ്ത് അങ്ങനെ തന്നെ നിർത്തിയേക്കുകയാണ്. ഇതിൻ്റെ റൂട്ടെല്ലാം താഴെയുണ്ട്. ഇതിൻ്റെയൊക്കെ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം അതിനൊരു വിഡ്ത്ത് ഉണ്ടെന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ആക്ച്വൽ വിഡ്ത്തൊക്കെ നമുക്ക് അറിയാൻ പറ്റുക. ഇതൊക്കെ വൺസ് ഇൻ എ ലൈഫിൽ ഇതൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ കാണാൻ ഏറ്റവും ബെസ്റ്റാണ്. എല്ലാം കൊത്തുപണികൾ, എന്താ പറയുക, തേക്കിൻ്റെ തടികളിൽ നല്ല കൊത്തുപണി ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഏത് ടൈമിലാണ് ചെയ്തതെന്നൊന്നും എഴുതിയിട്ടില്ല. ഇതൊക്കെ എനിക്കൊന്ന് മേ ബി റീസെൻ്റ്ലി ആയിരിക്കാൻ തോന്നുന്നു. എൻ്റെ ഇതൊക്കെ പഴക്കം ചെന്നാണ് കേട്ടോ ഇരിക്കുന്ന ഇതൊക്കെ ബേസൊക്കെ. ഇതിന് തേക്കിൻ്റെ നമ്പറുകളെല്ലാം ഇട്ടിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. ടീക്ക് നമ്പർ 23, ഇത് ഇടമലയാർ തേക്ക്. അപ്പോൾ ഓരോ സൈഡിലെയും തേക്കിൻ്റെ ഒക്കെ ഓരോ പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ അതൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ 116 വർഷം പഴക്കമുള്ള ഒരു തേക്കിൻ്റെ 2 തടി ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു രക്ഷയില്ല. ഇത് വെട്ടുന്ന സമയത്ത് 39 മീറ്റർ ഹൈറ്റും 3.9 മീറ്റർ വിഡ്ത്തും ചുറ്റളവും ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിലും ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 3.9 മീറ്റർ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. ഇത് നമ്മുടെ ഒരു തേക്കിൻ്റെ ഒരു പോൾസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ എന്നാ പറയുക, ഒറ്റത്തടിയായിട്ട് അതിൻ്റെ ഒരു വിട്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അത് പല സൈസിലാണ്. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സൈസിൽ നിന്ന് പോയിട്ട് അത് ഇയറിൻ്റെ അനുസരിച്ച് 5 ഇയർ 10 ഇയർ ഓരോ ഇയർ അവർ ഇത് ചെയ്തിട്ടുണ്ട്. അത് മാക്സിമം ഒരു 40 ഇയർ വരെ ഉള്ളതാണ് ഒരു വിട്ടിൽ ഇങ്ങനെ പോൾസായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് അടിപൊളി ഒരു പ്ലേസാണ്. ഇനി നമ്മുടെ തേക്കിന് ഒരു കുടുംബമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തേക്ക് കുടുംബത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കണേ, പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി. അവൻ്റെ ഡീറ്റെയിൽസാണ് ഇതിൻ്റെ, എങ്ങനെ വന്നു, എവിടെയാണ്, എൻ്റെ ഒരു ഡീറ്റെയിലിംഗ് എല്ലാം തന്നെ മ്യൂസിയം ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ അവിടെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി. ഇത് നമ്മുടെ ടീക്കിൻ്റെ തടിയുടെ വേരുകളുണ്ടല്ലോ, വേരുകൾ അങ്ങനെ തന്നെ എടുത്തു വെച്ച് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. ഇത് കാണുന്നതാണ് റൂട്ട്സ്. ഓക്കെ, അതിങ്ങനെ തന്നെ നമ്മൾ കവർ ചെയ്ത് വെച്ചേക്കുകയാണ്. ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ഒരു ഗ്ലാസ് കവറാണുള്ളത്. ഇതാ അതിൻ്റെ മേൽഭാഗമാണ് ഇത്. അതിൻ്റെ നമ്മൾ നേരെ താഴെ കണ്ടാണ് റൂട്ട്സ്.
പിന്നെ ഉള്ളത് നമ്മുടെ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് മ്യാൻമാർ, തായ്ലാൻഡ്, അങ്ങനെ വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് തേക്കിൻ്റെ ഒരു ലാവോസ് അങ്ങനെയുള്ള ഒരു ഗ്ലോബ് വെച്ചിട്ട് അവരിങ്ങനെ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, വെറുതെ മാർക്ക് ചെയ്തേക്കല്ല, ഒക്കെ ആ ഗ്ലോബൊക്കെ കണ്ടാൽ തന്നെ ഒരു ഭംഗിയുണ്ടാവും. ഇത് ചരിത്രത്തിൻ്റെ സാക്ഷിയായിട്ടുള്ള ഒരു തേക്കിൻ്റെ റിമൈനിങ്സ് ആണ്. അതായത് 1542 കാലഘട്ടം മുതലുള്ള ഒരു മാർക്കാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു വളർച്ച, ഗ്രോത്ത് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇതിന് വലിയ സൈസായിട്ട് തോന്നിക്കത്തില്ലെങ്കിലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാളും വലിയ ഒരു എന്താ പറയുക ചുറ്റളവുള്ളതാണ്. അപ്പം ഓരോ കാലഘട്ടത്തിൻ്റെ മാർക്ക് അവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊരു ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു നമുക്കെന്താ പറയുക കിട്ടുന്ന ഒരു പുതിയ അറിവും കാര്യങ്ങളും. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് എനിക്കിതിലൊരു ഇത്തിരി എക്സൈറ്റ്മെൻറ്റ് തോന്നി. സ്ഥിരം കാണുന്ന ഒരു കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. അപ്പോൾ ഇതൊക്കെ അറിയാനും നമുക്ക് കണ്ട് മനസ്സിലാക്കാനും ഒക്കെ ഒരു പറ്റിയൊരു ഇടമാണ്. തീരെ ബോറടിപ്പിക്കുന്ന ഒരു മ്യൂസിയം എന്നൊന്നും പറയാനില്ല, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടാണ്. രണ്ട് മഹതികൾ തേക്കിൻ്റെ അളവ് ഫുള്ള് എടുത്ത് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരേതായാലും മുന്നമേ അങ്ങ് നടന്നു പോവാണ്. ഇത് നമ്മുടെ പഴയ യൂസ് ചെയ്യുന്ന തേക്ക് കൊണ്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടതെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ ഇതിനൊരു ഫസ്റ്റ് ഫ്ലോറുണ്ട്. നേരെ നോർമൽ നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. അപ്പോൾ മെയിനായിട്ട് കാണാനുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് എന്താ കാണാനുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെയൊക്കെ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഓക്കെ നമ്മുടെ സീഡ്സാണ്. തേക്ക് മരത്തിൻ്റെ കായ്കളും അതിൻ്റെ ആ ഒരു ഫ്ലവറിങ്ങും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ്, സീഡ്സ് പല രീതിയിലുള്ള സീഡ്സ് ഉണ്ട്, അതെല്ലാം തന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുള്ള് ഫ്ലവറിങ്, ഫ്രൂട്ടിങ്, എന്താ പറയുന്നത്, അത് തന്നെ പുഷ്പിക്കലും കായ്ക്കലും, അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും, അതിൻ്റെ ഒരു ഗ്രോയിങ് സ്റ്റേജുകൾ, അതിൻ്റെയൊക്കെ ഒരു ജസ്റ്റ് എന്താ പറയുന്നത് പിക്ചേഴ്സും ഉണ്ട്, അതിൻ്റെ ഒരു കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ നമുക്ക് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വേര്. അത് മാഗ്നിഫൈ ചെയ്ത് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് ഒരു തേക്കിൻ്റെ വേരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ തേക്കിൻ തോട്ടത്തിൽ കാണുന്ന സാധാരണ ഇൻസെക്ട്സ് ഉണ്ടല്ലോ, കൂടുതലും ബട്ടർഫ്ലൈസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബട്ടർഫ്ലൈസ് ആണ് ഇവിടെ, അതെല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ഫുള്ള് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും. ഇത് നമ്മുടെ തേക്കിൻ്റെ ഇതുകൊണ്ട് കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഇതൊക്കെ റീസെൻ്റ്ലി ആഡ് ഓൺ ചെയ്തതാണെന്ന് തോന്നുന്നു. എന്താണേലും അതിമനോഹരം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഗണ്ണിൻ്റെ ഇതാണ് കേട്ടോ. ഇത്ര അടുത്ത് അടിപൊളി. അത് നോക്ക്, എന്താ പെർഫെക്ഷൻ നോക്കി, അടിപൊളി. ഇത് ഏത് കാറ്റഗറിപ്പെട്ട ഗണ്ണാണെന്ന് അറിയത്തില്ല, അറിയാവുന്നവരെ അത് മെൻഷൻ ചെയ്തേക്കണേ. ബാക്കിയുള്ള എല്ലാം ഈ കൊത്തുപണികളൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള കൊത്തുപണിയും കൈപ്പണിയാണ്. ഇത് കണ്ടോ, ഇതാണല്ലോ നമ്മുടെ സൂര്യൻ വിഷമിച്ചിരിക്കുന്ന ഒരു തീമിലേക്കൊക്കെയാണ് വന്നേക്കുന്നത്. അടിപൊളി അടിപൊളി. ഇത് പണ്ട് കാലത്തെ പണപ്പെട്ടിയാണ് കേട്ടോ. ഇതൊക്കെ പഴയ ചില വീഡിയോയിൽ കാണാൻ സാധ്യതയുണ്ട്. പണപ്പെട്ടി, അതുപോലെ ഇതുപോലെ നമ്മുടെ എന്താ പറയുക ബോക്സാണ്, ലെറ്റർ ബോക്സ്, പല അസൈൻമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെറ്റർ ബോക്സുകൾ, അങ്ങനെ പഴയ കാലത്തെ കുറേ ഐറ്റംസും ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പെട്ടകം, സാധാരണ നമ്മുടെ കാലിപ്പെട്ടി എന്നൊക്കെ വീട്ടിൽ പറയും അത്. ഇത് രസമുണ്ട് കേട്ടോ. ഇത് മരുന്നിൻ്റെ പെട്ടിയാണ്, മെഡിസിൻ ബോക്സ്. അതായത് ഓരോ ഉറകളാണ് ഇങ്ങനെ കാണുന്നതെല്ലാം, ഓരോരോ അറകളാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ മരുന്നൊക്കെ ഇട്ട് വെക്കാനായിട്ടുള്ള അന്നത്തെ ബോക്സാണ്. പല്ലാങ്കുഴി എനിക്കറിയില്ല, ഞാൻ 1-2 പേരോട് ഇവിടെ ചോദിച്ചപ്പോഴും പല്ലാങ്കുഴി എന്താണെന്ന് അറിയത്തില്ല. സോ അറിയാവുന്നവർ അതൊന്ന് മെൻഷൻ ചെയ്തേക്കണേ. പിന്നെ ഇത് കാണുന്നത് ബാരലാണ്. ഓക്കെ, ബാരൽ നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് നമ്മൾ അരി അങ്ങനത്തെ കാര്യങ്ങൾ ബാരലിൽ, എനിക്കൊന്ന് അളവൊക്കെ ബാരലിൽ പോയിട്ടുണ്ടാവും, ഈ അളവ് ബാരൽ കണക്കിൽ. സോ അത്രയാണ് അകത്തെ കാഴ്ചകൾ. നമ്മൾ നേരെ ഇനി പുറത്തോട്ട് ഇറങ്ങി. പുറത്ത് നമുക്ക് ആദ്യം ഇനി ഇവിടെ ഉള്ളത് കൂടുതലായിട്ട് മിൽമയുടെ ഒരു എന്താ പറയുന്നത് ഇത് കുടിക്കാനായിട്ടുള്ള ഇതുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് ഡ്രിങ്കിങ് വാട്ടർ, തണുത്തതും നോർമലും വെള്ളം കിട്ടും. പ്ലാസ്റ്റിക് കുപ്പിയൊന്നും അങ്ങനെ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക, പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടൊന്നും അകത്ത് കയറരുത്. അവിടെ പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ഓർത്ത്, അത് കയറ്റി വിടത്തില്ല. ഇനി നമ്മൾ അഥവാ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ പിടിച്ചിട്ട് നല്ല പണിയാക്കും അത്. അതെപ്പോഴും ഓർത്തോണേ.
ഇത് നമ്മൾ ബാക്ക് സൈഡിലാണ്, നമ്മൾ മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കാണ്. ഇത് നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ലേക്ക് പോലെ ഇങ്ങനെ ഇത് കെട്ടിയിട്ട് ഒരു ഫൗണ്ടെയിൻ ഉണ്ട്. നമ്മൾ 2 ഫ്രോക്സ് ഇരുന്ന് ചെസ്സ് കളിക്കുന്ന ഒരു തീമാണ്. എന്താണെങ്കിലും ഒരു കാര്യം പറയാം, വളരെ വളരെ മികച്ച രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു ഭംഗി, ഇവിടെ കയറുമ്പം തന്നെ അതിൻ്റെ ഒരു വൈബ്, ഒരു ഗ്രീനറി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ഞാൻ നോർമലി ഒരു ടീക്ക് മ്യൂസിയത്തിൽ കയറുമ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, എസ്പെഷ്യലി മ്യൂസിയത്തിൽ കയറുമ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ. സോ അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അതിനൊക്കെ ഒരു 100 മടങ്ങ് അപ്പുറത്താണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളും അത് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു ബാക്കിയുള്ള ഒരു പ്ലേസുകൾ അലോട്ട് ചെയ്തിരിക്കുന്നതെല്ലാം. ഇവിടെ ധാരാളമായി വിസിറ്റേഴ്സ് വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സൺഡേയും കൂടെ ആയതുകൊണ്ട്, ഒരു അവധി ദിവസം കൂടെ ആയതുകൊണ്ട് നല്ല റഷാണ്, നല്ല ക്രൗഡാണ്. പിള്ളേരുമായിട്ട് വരുന്നവരുണ്ട്, ഫാമിലിയാണ് കൂടുതൽ വരിക. അപ്പോൾ പല രീതിയിലുണ്ട്. ഫാമിലിയാണ് കൂടുതലും വരുന്നത്, ഫാമിലിയാണ് ഞാൻ കണ്ടതിൽ. ഇപ്പോൾ ഫാമിലിയും പിള്ളേരുമായിട്ടും ഒക്കെ വരുന്നുണ്ട്. അവർക്കുള്ള എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു സെക്ഷൻ തന്നെ നമ്മുടെ ഇപ്പം കാണുന്ന, ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇതിലേക്ക് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അവിടുത്തെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് ജൈവ വിഭവ ഉദ്യാനം, അതായത് അതിൻ്റെ ഒരു ഗാർഡനാണ്. ഇത് അടിപൊളി കേട്ടോ. ഇത് റൂട്ടോ വേരോ എന്താ അറിയില്ല, വള്ളിച്ചെടി മാതിരി ഉണ്ട് കേട്ടോ. വള്ളി നല്ല സ്ട്രോങ് ആയിട്ടുള്ള വള്ളിയാണ്. നല്ല പഴക്കം ഉണ്ടാവും ഇതിന്. ഇതിൻ്റെ എത്ര പഴക്കം ഉണ്ടെന്നുള്ളതൊന്നും പ്രത്യേകിച്ചിട്ട് എഴുതി വെച്ചിട്ടില്ല. ഇത് സൂപ്പറാണല്ലോ. ഇവിടെ ഫോട്ടോ സെക്ഷനുള്ള പരിപാടിയാന്ന് തോന്നുന്നു രണ്ടുകൂടെ. അടിപൊളി ലക്ഷണം കണ്ടിട്ട് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ്. നിലമ്പൂർ താമസിച്ചിട്ട് മോൾ എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്? ഒരു പ്രാവശ്യം വന്നിട്ടുള്ളല്ലേ? അത് ഏത് പ്രായത്തിലാ വന്ന്? ഇപ്പൊ ഞങ്ങള് വരേണ്ടി വന്നില്ല ഇവിടെ വരാൻ, അല്ലേ? കറക്റ്റ് അല്ലേ? അതാണ് അടിപൊളിയായിട്ടില്ലേ? ഇത് നമ്മുടെ അന്നുകുട്ടിയാണോ? അന്നുകുട്ടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്താണോ അതോ ഇത് വീഡിയോ ആണോ ചക്കരെ? ആണ്, ഇത് വീഡിയോ. അങ്ങനെ ഓക്കെ. സോ അവിടെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വരുന്നത് ഇതൊരു ഓർക്കിഡിൻ്റെ ഒരു എന്താ പറഞ്ഞേ, ഓർക്കിഡ് വെച്ചേക്കുന്ന ഓർക്കിഡ് ഗാർഡൻ എന്ന് നമുക്ക് പറയാം. അവർക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ഫീൽഡാണ് ഓർക്കിഡ്. കാണേണ്ടവർക്ക് അങ്ങോട്ട് കയറിയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പല വെറൈറ്റി ഓഫ് ഓർക്കിഡുകൾ. അപ്പോൾ അങ്ങനെ കൊണ്ട് കാണേണ്ടവർക്ക് കാണാം. പിന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ നമ്മുടെ ഞങ്ങളുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നത് ഒക്കെ സെറ്റ് ചെയ്ത് ഇത് നല്ല ലെവലിൽ കട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി അറിയുന്നത്. ഇത് ബട്ടർഫ്ലൈ ഗാർഡനാണ്. ഇവിടെ എല്ലാം തന്നെ സെറ്റിങ്സാണ് പ്രധാനം. അതായത് നമ്മുടെ ആ ചെടികൾ കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി ഭയങ്കരമാണ്. നല്ല രീതി ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിസിറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. ഒരു ലേക്കാണ്. ഇവിടെ ഒരു ക്രോക്കഡോയിലിൻ്റെ ഒരു ഇതും അതേ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പിള്ളേർക്കും വരുന്നവർക്കൊക്കെ ഫോട്ടോ എടുത്ത് തകർക്കാനും റീൽസ് എടുത്ത് തകർക്കാനും ഒക്കെ പറ്റിയൊരു ഇടമാണ് കേട്ടോ. ഇത് ബട്ടർഫ്ലൈ ഗാർഡനാന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് ബട്ടർഫ്ലൈ ഈ ഐറ്റംസ് നമ്മൾ കണ്ടില്ല. എന്താ അറിയത്തില്ല, ഇനി ചെടിയിൽ ബട്ടർഫ്ലൈയുടെ ഇതും വലുതായിട്ട് കണ്ടില്ല. അതെ, 2 ബട്ടർഫ്ലൈ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് ഇവിടെ ഞാൻ കണ്ട ആകെ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്. ബട്ടർഫ്ലൈ ഇത് അങ്ങനെ 2 എണ്ണം ഇപ്പം കണ്ടുള്ളൂ കേട്ടോ. ബാക്കി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബട്ടർഫ്ലൈയുടെ ഒരു ഡിസൈനിൽ കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് പല രീതിയിൽ കാണാം ഒക്കെ ചെയ്യാം. അപ്പം ടൈമിൻ്റെ അനുസരിച്ചിട്ട് അങ്ങോട്ട് നമുക്ക് വിസിറ്റ് ചെയ്തൊക്കെ പോവുകയും ചെയ്യാം. ആക്ച്വലി ഞങ്ങൾക്ക് ഷോർട്ട് വിസിറ്റാണ്, എന്നാലും മാക്സിമം കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്രയും കാണിച്ചത്. അപ്പം ബാക്കിയുള്ളവർക്കും അത് വിസിറ്റ് ചെയ്യാമെന്നാണ്. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് എക്സിറ്റിലേക്കാണ് പോകുന്നത്. എക്സിറ്റിലേക്ക് പോകുമ്പോഴാണ് ഞാനിവിടെ പറഞ്ഞത് നമ്മുടെ പിള്ളേർക്ക് ആവശ്യത്തിന് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. സേഫായിട്ട് നമ്മുടെ പണ്ടത്തെ എന്താ പറയുക സീസോ, അങ്ങനെ കൊച്ചു പിള്ളേർക്ക് പറ്റിയ അടിപൊളി, അവർക്ക് നല്ല ടൈം പാസ് ആയിരിക്കും. എന്താ പറയണേ, സീസോ ഉണ്ട്, മറ്റേ ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്നത്, ഇതൊക്കെ കാണുമ്പോൾ നല്ല നൊസ്റ്റാൾജി അടിക്കുന്നുണ്ട്. പക്ഷേ നമ്മളങ്ങോട്ട് കയറ്റൂല. തീരെ കൊച്ചു പിള്ളേർക്കുള്ള ഏരിയയാണ്. എനിവേ അവർക്ക് നല്ലൊരു ടൈമാണ്. അപ്പം ടീക്ക് മ്യൂസിയത്തിൻ്റെ എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു. മൺഡേയിലാണ് അവധി എന്നുള്ളത് മാത്രം ഓർക്കുക. ഓക്കെ, അവിടെ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നത് കക്കടംപൊയിൽ
വാട്ടർഫോൾസും ആ ഏരിയയും കൂടാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള 20 കിലോമീറ്റേഴ്സ് ഉണ്ട്. പക്ഷേ അടിപൊളി റോഡാണ്. ആ റോഡിൽ കാണുന്ന കാഴ്ചകളാണിത്. ഒരു സൂപ്പറാണ്, ഒരു രക്ഷയില്ല. നല്ല ഒരു കയറ്റമാണ്, എന്നാലും റോഡ് നല്ലതാണ്, കുഴപ്പമില്ല. എന്നാലും ഇച്ചിരി പവറുള്ള കാറൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് പോകാം. ഇഷ്ടത്തിന് ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഒരുപാട് പേര് പോകുന്നുണ്ട്. നമുക്ക് വലിയ തിരക്ക് റോഡിൽ കാണാനില്ല, നമുക്കൊരു സേഫായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം. അറ്റ്ലീസ്റ്റ് നമുക്ക് കുഴപ്പമില്ല, വഴിയൊന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ഫീലൊന്നുമില്ല, നന്നായിട്ട് പോകാൻ പറ്റും. പിന്നെ നമുക്ക് ഡ്രൈവ് റൂട്ട് ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് ഇന്ന് കാണാനും ഒക്കെ പറ്റും. ഇവിടെയെങ്കിലും ഇറങ്ങരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചു. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇറങ്ങരുത്, ഇറങ്ങുന്നത് നിയമവിരുദ്ധമാണ്, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ കേസ് ചാർജ് ചെയ്യുമെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഒത്തിരി അപകടങ്ങൾ നടന്ന സ്ഥലമാണത്. അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. കക്കടംപൊയിൽ വാട്ടർഫോളും അതിൻ്റെ ഏരിയയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ഡ്രൈവ് ത്രൂ എക്സ്പീരിയൻസ് ആയിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മൊബൈൽ ഡ്രെയിൻ ഔട്ട് ആയിപ്പോയി. അവിടെ ചെല്ലുമ്പോൾ എടുക്കാൻ ഒരു വിഷ്വൽസിനുള്ള എല്ലാ മൊബൈലും ഡ്രെയിൻ ഔട്ടായി. ഇത്രയും നമ്മൾ വിചാരിച്ചില്ല. നെക്സ്റ്റ് നമ്മൾ ഊട്ടിക്ക് പോകും. ബാക്കി വീഡിയോ നമുക്ക് ഊട്ടി ട്രിപ്പിൽ കാണാം.